ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മന്ത്രി കെ എം ഷാജിയുടെ നിർദ്ദേശമനുസരിച്ച് തദ്ദേശ വകുപ്പിൽ സ്ഥലംമാറ്റ ഉത്തരവിറങ്ങി. 264 പേരെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. ഇതിൽ 262 പേരും പഞ്ചായത്ത് സെക്രട്ടറിമാരാണ്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് സ്ഥലമാറ്റം ഉടൻ നടപ്പിലാക്കണമെന്ന് മന്ത്രി കെ എം ഷാജി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കുറിപ്പ് നൽകിയിരുന്നു. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ആ കുറിപ്പടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. സ്ഥലമാറ്റം ഒട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കുറിപ്പ് പുറത്താക്കലെന്ന അടക്കം വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. മധു, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ കൂട്ടത്തോടെയുള്ള സ്ഥലമാറ്റ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 264 പേരുടെ ഉത്തരവ് സ്ഥലം മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതിൽ 262 പേരും വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാരാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2 ഉദ്യോഗസ്ഥരാണ്. അക്കൗണ്ട് ഓഫീസർ അടക്കമുള്ള 2 ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി നിയമിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഫലവത്തായ രീതിയിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണം എന്നാവശ്യപ്പെട്ട് അതിനായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് നൽകിയിരുന്നു. ആ കുറിപ്പ് ഇന്റേണലായി നൽകിയ കുറിപ്പ് പുറത്ത് വരികയും ചെയ്തു. ഇന്നലെയാണ് ആ കുറിപ്പ് പുറത്തു വന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ 264 പേരുടെ സ്ഥലം മാറ്റം പ്രാബല്യത്തിലായി. ഇതിൽ സെൻസസ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മാത്രം അവരെ വിടുതൽ ചെയ്താൽ മതി എന്ന കാര്യം പറയുന്നുണ്ട്. അതായത് അവരുടെ സെൻസസ് ഡ്യൂട്ടി ഏത് പഞ്ചായത്തിലാണോ ഉള്ളത് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം അടുത്തടുത്ത് ട്രാൻസ്ഫർ ആയ സ്ഥലത്ത് ജോയിൻ ചെയ്താൽ മതി എന്നാണ് നിർദ്ദേശമുള്ളത്. ബാക്കി ഏതാണ്ട് 150ഓളം സെക്രട്ടറിമാരടക്കമുള്ള ആളുകളുടെ ഒരു സ്ഥലം മാറ്റം ഉടൻ തന്നെ ഇറങ്ങും, 2ാം ഘട്ടമായി ഇറങ്ങും എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്. 262 പേരുടെ സ്ഥലം മാറ്റ ഉത്തരവാണ് നിലവിൽ പുറത്തിറങ്ങിയിരുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരുന്നു. കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. താല്പര്യവും ഓപ്ഷനും ഒക്കെ പൂരിപ്പിച്ച് നൽകാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. പിന്നീട് പക്ഷേ അതുമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ ആ മാറ്റവുമായി തദ്ദേശ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്.